ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ പുതിയൊരു യൂട്യൂബ് വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇവിടെ അയർലൻഡിൽ ഫുഡ് ടെക്നോളജി ആ ഒരു ഏരിയയുടെ സാധ്യതകൾ എങ്ങനെ, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് എൻ്റെ ഫ്രണ്ട് അദീന. എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇവളിപ്പോൾ പറയുമ്പോഴത്തേന് വേറെ ജോലിയൊക്കെ കിട്ടി വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇന്നിപ്പം നമ്മൾ വിളിച്ചുകൊണ്ട് വന്നതാണ് ഒരു ഇച്ചിരി സമയം വീഡിയോയ്ക്ക് വേണ്ടി വരണമെന്നും പറഞ്ഞു. അപ്പോൾ എന്തായാലും അതിന് ആദ്യം തന്നെ ഒത്തിരി താങ്ക് യു. ഓക്കെ, അപ്പോൾ അദീന, നമ്മൾ ഇന്ന് യൂട്യൂബ് വീഡിയോയിൽ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ അയർലൻഡിൽ ഫുഡ് ടെക്നോളജി ബേസ് ചെയ്ത് എങ്ങനെയാണ് അതിൻ്റെ സാധ്യതകൾ, പിന്നെ കോഴ്സുകൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, പിന്നെ ഫ്രഷേഴ്സ് ഇപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ സമയം വേസ്റ്റ് ആക്കാണ്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കയറിയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് വെച്ചാൽ, നീ ഇപ്പം നാട്ടിൽ ഓൾറെഡി ഒരു ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പം ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നാട്ടിൽ ചെയ്ത കോഴ്സ് ഏതായിരുന്നു, പിന്നെ ഇതിനു മുമ്പ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് വർക്ക് എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ ആ ഒരു രണ്ട് കാര്യങ്ങൾ അതൊന്ന് പറയാമോ? ഞാൻ നാട്ടിൽ കഴിഞ്ഞിരുന്നത് BSc ഇൻ ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ എനിക്കൊരു 1.5 years എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ എയർപോർട്ടിൽ കുറച്ച് നാളുണ്ടായിരുന്നു, നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മംഗളമറൈൻ എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴ ഉള്ള ഒരു കമ്പനിയിലും കുറച്ച് നാൾ, രണ്ടും QC ആയിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി കൺട്രോൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഫുഡ് ടെക്നോളജി കഴിഞ്ഞിട്ട് ഫുഡ് ടെക്നോളജി ഞാൻ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ടെക്നോളജീൻ്റെ അകത്ത് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അതിനകത്ത് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്വാളിറ്റി കൺട്രോളിലായിരുന്നു. അപ്പോൾ അതിലൊരു 1.5 year എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഓൾറെഡി നീ ഇപ്പോൾ അയർലൻഡിൽ വന്നപ്പം ഏത് കോഴ്സായിരുന്നു എടുത്തത്, പിന്നെ അതിൻ്റെ ഡ്യൂറേഷൻ, എവിടെ ആയിരുന്നു പഠിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ഇവിടെ പൊതുവെ ഇവിടെ ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ മാസ്റ്റേഴ്സ് എടുത്തിട്ടാണ് വരാറ്. പക്ഷേ നമ്മളിവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഞാൻ നാട്ടിൽ ചെയ്തത് BSc ആയതുകൊണ്ട്, ഡിഗ്രി ആയതുകൊണ്ട് 3 years ആയതുകൊണ്ട് ഇവിടെ വരുമ്പം 4 year കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു മാസ്റ്റേഴ്സ് എടുക്കണമെങ്കിൽ. സോ ദാറ്റ്സ് വൈ ഞാൻ അതുകൊണ്ട് ഇവിടെ ഹോണേഴ്സ് ഡിഗ്രിക്ക് ഡയറക്റ്റ് എൻട്രി ആയിരുന്നു. ലാസ്റ്റ് ഇയർ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഞാൻ 4th yearലോട്ട് ഡയറക്റ്റ് കയറുമായിരുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ കോഴ്സ് 1 year ആയിരുന്നു. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്ക് 1 year സ്റ്റേ ബാക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, മാസ്റ്റേഴ്സ് നോർമലി ചെയ്യുമ്പോൾ അവർക്ക് 2 വർഷം സ്റ്റേ ബാക്ക് ഉണ്ട്. പക്ഷേ നിനക്ക് വന്നപ്പോൾ 1 year സ്റ്റേ ബാക്ക് കിട്ടിയുള്ളൂ. ഓക്കെ. പിന്നെ എവിടെയായിരുന്നു കോഴ്സ് ചെയ്തത്? ഞാൻ ചെയ്തിരുന്നത് ലെറ്റർകെനിയിലായിരുന്നു. ഇപ്പോൾ AT യൂണിവേഴ്സിറ്റി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം ലെറ്റർകെനി ആയിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ചോദ്യം അതെന്ന് വെച്ചാൽ, നീ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ലാസ്റ്റ് ഇയർ ഇപ്പോൾ ചെയ്തെന്ന് പറഞ്ഞില്ലേ, അപ്പം നാട്ടിലെ ഒരു സിലബസ്, ഇപ്പോൾ അവിടെ നാട്ടിലെ ഇപ്പം ഒരു ബാച്ചിലേഴ്സ് ചെയ്തായിരുന്നല്ലോ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേന് ആ ഒരു സിലബസിലുള്ള വ്യത്യാസം, പിന്നെ അസൈൻമെൻറ്റ്സ് ഒക്കെ ആയിക്കോട്ടെ, വർക്ക് ലോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ പാർട്ട് ടൈം ഒക്കെ ചെയ്യാനും എല്ലാം കൂടെ ടൈം മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പം നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഇവിടെ ആ ഒരു കമ്പാരിസൺ അതൊന്ന് പറയാമോ? ഞാനിപ്പോൾ ഇവിടെ വന്ന് ചെയ്തത് ഹോണേഴ്സ് ഡിഗ്രി ആയിരുന്നല്ലോ. അപ്പം അത് ഇവിടെ level 8 ആണ്. level 9 ആണ് ഇവിടെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതിനെപ്പറ്റി എനിക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അപ്പം ഇപ്പം level 8 ഇപ്പം എനിക്ക് നാട്ടിലും ഇവിടെയും കമ്പയർ ചെയ്ത് നോക്കുമ്പം വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് പേഴ്സണലി തോന്നിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം രണ്ടും ഓൾമോസ്റ്റ് സിമിലർ തന്നെയായിരുന്നു. കാരണം നാട്ടിലും എൻ്റെ കോഴ്സ് കുറച്ചുകൂടി റിലേറ്റഡ് ടു പ്രാക്ടിക്കൽ സെക്ഷൻസ് ആയിരുന്നു കുറച്ചുകൊണ്ടായിരുന്നു. എനിക്ക് ഇവിടെ വന്നപ്പോഴും സെയിം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സോ compared to both of them എനിക്ക് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് പിന്നെ എനിക്ക് പിന്നെ എൻ്റെ നാട്ടില് നമ്മുടെ അവിടുത്തെ ടീച്ചേഴ്സ് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടിയും എന്താ പറയുക, പുള്ളിക്കാരി പുറത്തുനിന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഇവിടുത്തെ റിലേറ്റഡ് ആയിട്ട് ഞങ്ങളെ കുറച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇവിടെ അസൈൻമെന്റ്സിന് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും ഫസ്റ്റ് അറിയത്തില്ലായിരുന്നു. സോ ആ ഒരു സ്ട്രഗിൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പാർട്ട് ടൈം ഉണ്ടായിരുന്നു എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട്. സോ പാർട്ട് ടൈമും ഇതുമായിട്ടൊക്കെ മാനേജ് ചെയ്ത് പോകാനായിട്ടും ആദ്യം വന്ന സമയത്ത് ഒരു 3 മാസം ഒരു നല്ല രീതിയിൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പിന്നെ പയ്യ ഒരു ട്രാക്കിലായി വന്ന് ഓക്കെ ആയിട്ട്. പക്ഷേ ലെവൽ 9 ആകുമ്പോഴത്തേന് കുറച്ചുകൂടെ വ്യത്യാസം വരും കേട്ടോ. കാര്യം ഇപ്പോൾ ചെയ്ത level 8 ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു കംഫോർട്ട് നമുക്ക് ഉണ്ടാവും. പക്ഷേ level 9 ആകുമ്പോഴത്തേന് നമുക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഓൾറെഡി മാസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ടൊരു കുറച്ചുകൂടെ ടഫ്നെസ് കൂടുതലുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇനി അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് കയറാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു നിങ്ങളുടെ ഫുഡ് ടെക്നോളജി അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഇവിടെ അയർലൻഡിൽ പറയുമ്പോഴത്തേന് ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ എന്തൊക്കെ ടൈപ്പ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതൊന്ന് പറയാമോ?
ഇപ്പോൾ ഞാൻ മെയിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരുന്നത് ക്വാളിറ്റി കൺട്രോളിലായിരുന്നു ഫുഡ് സെക്ടറിൻ്റെ അകത്ത്. ഇവിടെ ഇപ്പോൾ കുറേ സെക്ടേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഫുഡ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ഇപ്പം എൻ്റെ ഫുഡ് ക്വാളിറ്റി വരുന്നുണ്ട്, ക്വാളിറ്റി അഷുറൻസ് വരുന്നുണ്ട്, പിന്നെ NPD വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഏതിൽ വേണമെങ്കിലും തിരിയാം. കാരണം അയർലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിന് ഭയങ്കര ബീഫ് ആയിക്കോട്ടെ, മിൽക്ക് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതുകൊണ്ട് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇപ്പം നീ വന്നിട്ട് ബാച്ചിലേഴ്സ് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ ഒരു ജോബിലേക്ക് കയറുന്നതിൻ്റെ ആ ഒരു ജോബ് ഹണ്ട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താ പറയുക, ആസ് നോർമൽ എല്ലാ സ്റ്റുഡൻസിനെ പോലെ തന്നെ ഞാനും കുറേ സ്ട്രഗിൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ദോ നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തന്നെയായാലും ഇപ്പം ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് എന്താ പറയുക, ഞാൻ വന്നത് സെപ്റ്റംബറിലാണ് 2021. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു നവംബർ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കും തന്നെ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഫസ്റ്റ് തന്നെ ഫുൾ റിജക്ഷൻസ് ആയിരുന്നു, ആസ് നോർമൽ എല്ലാ സ്റ്റുഡൻസിനെ പോലെ പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താ പറയുക, പിന്നെ പയ്യെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. ഇൻ്റർവ്യൂസും ഭയങ്കര ഡിഫറെൻ്റ് ആണ് നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പം ഇവിടെ കമ്പാരിറ്റീവ്ലി നല്ല ഡിഫറൻസ് ഉണ്ട്. സോ അങ്ങനെ പിന്നെ കുറച്ചൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടി. അങ്ങനെയാണ് ഓക്കെ. ഇനി നമ്മുടെ അടുത്ത ചോദ്യം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫുഡ് ടെക്നോളജി അതിനകത്ത് കുറേ വൈഡ് വെറൈറ്റീസ് ഓഫ് ജോബ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്വഭാവം എങ്ങനെയാണ്? അതായത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡെയിലി ലൈഫിൽ ചെയ്യുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് പറയാമോ? ഇപ്പം ഞാൻ എൻ്റെ ഓൺ ജോബിനെ പറ്റി തുടങ്ങാം. ഇപ്പം ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് ക്വാളിറ്റി മാനേജർ ആയിട്ടാണ് ഒരു ഫിഷ് ഫാമിൽ. അപ്പം ഇപ്പോൾ എൻ്റെ ജോലിയുടെ ഒരു നേച്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും ക്വാളിറ്റി കൺട്രോൾ ചെയ്യലാണ് എൻ്റെ മെയിൻ. ക്വാളിറ്റി അഷുറൻസ് ആണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു ജോലിയുടെ ഒരു നേച്ചറും അങ്ങനെ തന്നെയാണ്. മെയിനായിട്ടും നമ്മൾ അറ്റ് ദ എൻഡ് ഫുഡ് സേഫായിട്ട് കൺസ്യൂമേഴ്സിലേക്ക് എത്തുക, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഇഷ്ടം പോലെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഫാക്ടറിയിൽ ഒരു ചെറിയ ഫാക്ടറിയാണ്, അത്ര വലിയ ഇതൊന്നുമില്ല. അപ്പം നമ്മൾ തന്നെയാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ. അപ്പം ഞാൻ കറൻ്റ് അവിടെ ക്വാളിറ്റി മാനേജ് ചെയ്യുന്നുണ്ട്, പിന്നെ NPD കുറച്ച് ഇത് ചെയ്യുന്നുണ്ട്. അപ്പം NPD എന്ന് പറയുമ്പം ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് നമ്മുടെ ഇതിനകത്ത് മെയിനായിട്ടും വരുന്നത്. പിന്നെ ഇതല്ലാണ്ട് തന്നെ ഫുഡ് എഞ്ചിനീയറിങ് അങ്ങനത്തെ, അത് എഞ്ചിനീയറിങ് സെക്ടറിലോട്ട് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഫുഡിൻ്റേതായിട്ടുള്ള ഓരോ മെഷീൻസ് കാര്യങ്ങളൊക്കെ ഫുഡ് സേഫായിട്ട് വെക്കുക അറ്റ് ദ എൻഡ്, അതാണ് മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പം അയർലൻഡിലേക്ക് ഒരുപാട് ഫ്രഷേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വരുന്നുണ്ട്, പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവർ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഓവറോൾ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ എന്താണ്? അതായത് ഇപ്പം ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് ജോബ് കിട്ടാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് പറയാമോ? ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ എനിക്ക് കറൻ്റ്ലി ജോബ് കിട്ടിയത് എനിക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നാട്ടിലെ എക്സ്പീരിയൻസ് ആക്ച്വലി യൂസ്ഫുൾ ആണ് ഇവിടെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടുത്തെ ഒരു നേച്ചർ ഇപ്പോൾ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഈ ഒരു സെക്ടറിൻ്റെ അകത്ത് ജോബ് ഓപ്പർച്യൂണിറ്റി ഒത്തിരി ഉണ്ട്. പക്ഷേ എന്താണ് ഇപ്പോൾ ഈ പേ സ്കെയിലിൻ്റെ ഇൻക്രീസ് കൊണ്ടിട്ട് നമ്മളത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രശ്നം. ആക്ച്വലി ക്രിട്ടിക്കലിന് വരേണ്ട ആ ഒരു സ്ലാബ് ഒന്നും എത്തുന്നില്ല. ഇല്ല. അതാണ് ഇപ്പൊ. കാരണം ഇപ്പൊ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു സ്മോൾ ഫാമിലി ഓൺ റൺ ബിസിനസ് ആണ്. അപ്പൊ അവർക്കൊക്കെ എന്ന് പറയുമ്പോൾ എന്താ പറയാ, നമുക്ക് ഇതുപോലത്തെ ഒരാളെ വേണം, പക്ഷെ അത്ര ആ ഒരു ലെവലിൽ എത്താനായിട്ട് അവർക്ക് പറ്റില്ല. അതാണ് ഇപ്പൊ ഇങ്ങനെ കുറെ ഫുഡ് ഇൻഡസ്ട്രീസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതാണ് ഇപ്പൊ ഒരു കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ഇവിടെ. അപ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ അപ്പം ഈ ജനറൽ വർക്ക് പെർമിറ്റ് അതിൻ്റെ ആ ഒരു സാലറി സ്കെയിൽ അപ്പം വരുന്നുള്ളോ, അങ്ങനെയാണല്ലേ? ആക്ച്വലി ഇപ്പം എന്താ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ വരുന്ന ഒരു സെക്ടറാണ്, കാറ്റഗറിയാണ്. പക്ഷേ ഈ പേ സ്കെയിൽ വരുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. രണ്ട് സൈഡിലും കിട്ടുന്നുണ്ട്. ഇപ്പം ക്രിട്ടിക്കലും കിട്ടുന്നുണ്ട്, പക്ഷെ മെയിനായിട്ടും ക്രിട്ടിക്കലാണ് കിട്ടുന്നത്. ജനറലും പക്ഷേ ഇങ്ങനത്തെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ജനറലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പം അവസാനത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം വരാൻ പോകുന്ന അപ്കമിങ് സ്റ്റുഡൻസ്, അപ്പം അവർക്ക് എന്തെങ്കിലും സജഷൻസ് കൊടുക്കാണ്ടെന്നല്ലേ, അതൊന്നും പറയാമോ? സജഷൻസ് എന്നിപ്പം ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പം നമ്മൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നേരത്തെ തൊട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാം. കോഴ്സ് തീരാനായിട്ട് അങ്ങനത്തെ ഒരു ഇതിലേക്ക് നിൽക്കരുത്. ഇപ്പം ഞാനൊക്കെ എന്ന് പറയുമ്പം ഇവിടെ വന്ന് ഒരു 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടാണ് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ജോലി കിട്ടിയത്. സോ പിന്നെന്ന് പറയുമ്പം റിജക്ഷൻസ്, അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോർമൽ കാര്യമാണ്. സോ അത് വെച്ചിട്ട് നമ്മൾ മനസ്സൊരിക്കലും തളരരുത്. ഇഷ്ടം പോലെ റിജക്ഷൻസ് വരും. അത് എന്താ
പറയുക, അതൊരു നമ്മൾ ഒന്നാമത്തെ കാര്യം നല്ല കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നാട്ടിലായാലും ഇവിടെ വെച്ച് നോക്കുമ്പോഴായാലും. സോ അതിൻ്റെ ഒരു ഡിഫറൻസ് കൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ ലിങ്ക്ഡിൻ, ഇൻഡീഡ് അങ്ങനെ എല്ലാ ജോബ് പ്ലാറ്റ്ഫോമിലും ആക്റ്റീവായിട്ട് ഇരിക്കുക. എന്താ പറയുക, നമുക്ക് എടുക്കാൻ പറ്റുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ അതൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു തിരക്കിൽ നീ ഇപ്പം ഒരു വീക്കെൻഡാണ് അറിയാം, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും വന്നതിൽ ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ സ്ഥിരം പറയുന്ന പോലെ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.